കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ നിരവധി തസ്തികകളിലെ ഒഴിവുണ്ട്. താല്പര്യമുള്ളതിലേക്ക് 2026 ജനുവരി 29 ഒരു ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് https:/startupmission.kerala.go.in/careers എന്ന സൈറ്റ് ലഭ്യമാണ്. ഈ സൈറ്റ് വഴി വേണം ജനുവരി 29 മുമ്പ് നിങ്ങൾ അപേക്ഷിക്കാനായിട്ടുള്ളത്. പോസ്റ്റ് ഡീറ്റെയിൽസ് ഞാൻ പറയാം. മാനേജർ പോസ്റ്റിലേക്ക് 3 കാറ്റഗറിയായിട്ട് ഒഴിവുള്ളത്. മാനേജർ ഗവൺമെൻറ് ആക്സിലറേറ്റർ ഡിഗ്രി MBA ആണ് വേണ്ട യോഗ്യത. മാനേജർ HR ഡിഗ്രിയും MBA HR ആണ് വേണ്ട യോഗ്യത. അടുത്ത മാനേജർ ഏർലി സ്റ്റേജ് ഫണ്ടിംഗ് ഡിഗ്രി MBA ആണ് വേണ്ട യോഗ്യത. ഇതിലേക്ക് 1 ലക്ഷം രൂപ പ്രതിമാസം ശമ്പളമായിട്ട് ലഭിക്കും. 50 വയസ്സിലുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. അടുത്ത പ്രോജക്ട് എഞ്ചിനീയറാണ്. 40 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇലക്ട്രിക്കലും സിവിലും ഓരോ ഒഴിവുകളാണുള്ളത്. ബിടെക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാൻ കഴിയും. പ്രതിമാസം 80,000 രൂപ ശമ്പളമായിട്ട് ലഭിക്കുന്നതായിരിക്കും. അടുത്ത സീനിയർ ടെക്നിക്കൽ ഫെലോ എമർജിംഗ് ടെക്നോളജി ഹബ്ബാണ്. ഡിഗ്രിയാണ് വേണ്ട യോഗ്യത. 80,000 ശമ്പളമായിട്ട് ലഭിക്കും. അടുത്ത സീനിയർ ഫെലോ മലബാർ കോറിഡോർ എന്നുള്ളതാണ്. ഡിഗ്രിയാണ് വേണ്ട യോഗ്യത. 60,000 മുതൽ 80,000 ശമ്പളമായിട്ട് ലഭിക്കും. അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റ് എടുത്തത് അതിൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റാണ്. സിവിൽ എഞ്ചിനീയറിംഗോ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗോ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 40,000 രൂപ ശമ്പളമായിട്ടുള്ളത്. അസിസ്റ്റന്റ് മാനേജർ പ്രൊക്യൂർമെൻറ്റ് ഡിഗ്രിയാണ് വേണ്ടി യോഗ്യത. 40,000 രൂപ ശമ്പളമായിട്ട് ലഭിക്കും. ഇതിലേക്കൊക്കെ 40 വയസ്സിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. അടുത്തത് ടെക്നിക്കൽ അസിസ്റ്റന്റ് ലാബ് ഓപ്പറേഷൻസ് ആണ്. ITO ഡിഗ്രിയോ ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അതിലേക്ക് 22,000 രൂപ പ്രതിമാസ ശമ്പളമായിട്ട് ലഭിക്കുക. അടുത്ത പ്രോജക്റ്റ് അസിസ്റ്റന്റ് 28 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. സയൻസ് അല്ലെങ്കിൽ ടെക്നോളജിയിലെ ബിരുദമാണ് വേണ്ട യോഗ്യത. 22,000 രൂപ ശമ്പളമായിട്ട് ലഭിക്കുക. അവസാനത്തെ പോസ്റ്റ് ഫെലോഷിപ്പ് മേക്കർ എക്കോസിസ്റ്റം എന്നുള്ളതാണ്. ബിടെക് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 28 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 15,000 രൂപയാണ് പ്രതിമാസ ശമ്പളമായിട്ട് ലഭിക്കുക. ഇതിലേക്കുള്ള പോസ്റ്റുകളിലേക്കെല്ലാം ജനുവരി 29 ഒരു ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. വെബ്സൈറ്റ് ഒന്നുകൂടി ഞാൻ പറയാം. https:/startupmission.kerala.go.in/careers. താങ്ക് യു.